പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്, ഫലപ്രഖ്യാപനം മെയ് 4-നാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച LDF സ്ഥാനാർത്ഥിയായി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സ്ഥാനാർത്ഥിത്വം CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് പ്രഖ്യാപിച്ചത്. 2021 മുതൽ ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ഡോക്ടർ ആർ ബിന്ദു രണ്ടാം പിണറായി സർക്കാരിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ്. 4 വർഷ ബിരുദ പരിപാടി ഉൾപ്പെടെ ചരിത്രപ്രധാനമായ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ നടപടികൾക്കും രാജ്യത്തെ ആദ്യ വയോജന കമ്മീഷൻ രൂപീകരിച്ചതടക്കമുള്ള സാമൂഹ്യനീതി മേഖലയിലെ പരിഷ്കരണങ്ങൾക്കും നേതൃത്വം നൽകി. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് എത്തിയ ഡോക്ടർ ആർ ബിന്ദു വിദ്യാർത്ഥി പ്രതിനിധിയായും പിന്നീട് അധ്യാപികയായിരിക്കെയും കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗമായി. കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലും അക്കാദമിക് കൗൺസിലിലും അംഗമായിരുന്നു. 2 തവണ തൃശൂർ കോർപ്പറേഷൻ കൗൺസിലറായിരുന്ന ഡോക്ടർ ആർ ബിന്ദു തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ വനിതാ മേയറുമായി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അഡ്വൈസറി ബോർഡ് അംഗം, കുടുംബശ്രീ സംസ്ഥാന ഗവേണിംഗ് ബോർഡ് അംഗം, ദേശീയ സാക്ഷരതാ മിഷൻ സംസ്ഥാന റിസോഴ്സ് സെന്റർ അംഗം എന്നീ നിലകളിലും പ്രവർത്തിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര നിർവാഹക സമിതി അംഗവും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവനാണ് ജീവിത പങ്കാളി. മകൻ ഹരികൃഷ്ണൻ ഏകമകനാണ്. ഇരിങ്ങാലക്കുട ഠാണ ജംഗ്ഷൻ മാർച്ച് 20-ന് തുറന്നു നൽകുമെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. ഠാണ ചന്തക്കുന്ന് റോഡ് വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. മാർച്ച് 20 മുതൽ ബസ് സ്റ്റാൻഡ് ഭാഗത്തു നിന്നും കൊടുങ്ങല്ലൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ നിർമ്മാണം പൂർത്തീകരിച്ച റോഡിന്റെ പടിഞ്ഞാറ് വശത്തുകൂടി കടത്തിവിടും. റോഡിന്റെ കിഴക്കുവശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ക്യൂറിംഗ് കാലാവധി കഴിയുന്നതോടെ റോഡിന്റെ ഇരുവശവും ഗതാഗത യോഗ്യമാക്കും. ഇതിനിടയിൽ ചന്തക്കുന്ന് ജംഗ്ഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇരിങ്ങാലക്കുട ഠാണ ചന്തക്കുന്ന് വികസന പ്രവർത്തനങ്ങൾ 52 കോടി രൂപ ചെലവഴിച്ചാണ് പൂർത്തീകരിക്കുന്നത്. റെക്കോർഡ് വേഗതയിലാണ് വികസനത്തിനാവശ്യമായ ഭൂമി ഏറ്റെടുത്തത്. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ഠാണ ചന്തക്കുന്ന് വികസനം പൂർത്തിയാക്കാൻ കഴിഞ്ഞതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ചൂണ്ടിക്കാട്ടി. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, അഡ്വക്കേറ്റ് KR വിജയ, ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ്, കേരള കോൺഗ്രസ് M സംസ്ഥാന കമ്മിറ്റി അംഗം ബിജു ആന്റണി, മുനിസിപ്പൽ കൗൺസിലർ PV ശിവകുമാർ എന്നിവരും മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനൊപ്പം ഉണ്ടായിരുന്നു. ഇരിങ്ങാലക്കുട നിവാസികളുടെ ദീർഘകാല സ്വപ്ന പദ്ധതിയായ ഠാണ ചന്തക്കുന്ന് ജംഗ്ഷൻ വികസനം സാക്ഷാത്കരിക്കപ്പെടുകയാണ്. വളരെ വേഗതയിൽ തന്നെ ഈ ജംഗ്ഷൻ്റെ നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോവുകയാണ്. മാർച്ച് 20-ാം തീയതിയോടുകൂടി ഠാണ ജംഗ്ഷൻ തുറന്നു കൊടുക്കാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ മാർച്ച് 20-ന് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകൾ അടക്കമുള്ള വാഹനങ്ങൾ ഠാണ വഴി റോഡിൻ്റെ വലതുഭാഗം ചേർന്ന് കൊടുങ്ങല്ലൂർക്ക് പോകാൻ സാധിക്കുന്ന വിധത്തിൽ പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. കിഴക്കുഭാഗത്തുള്ള നിർമ്മാണ പ്രവർത്തികൾ മാർച്ച് 20-ന് തീർത്ത് 12 ദിവസത്തെ ക്യൂറിംഗ് പീരിയഡിന് ശേഷം ഇരുവശവും നമുക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കും. അതിനുള്ളിൽ തന്നെ ചന്തക്കുന്ന് ജംഗ്ഷൻ്റെ പണി പൂർത്തീകരിക്കും. ആ നിലയിലാണ് ഇപ്പോൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തന്നെ എല്ലാവർക്കും കാണാൻ കഴിയുന്ന വിധത്തിൽ വളരെ വിശാലമായ നിലയിൽ ഈ ജംഗ്ഷൻ്റെ വികസനം നമുക്ക് സാധ്യമായിരിക്കുകയാണ്. 52 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ ഈ ജംഗ്ഷൻ വികസനത്തിനു വേണ്ടി ചെലവാക്കിയത്. ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ റെക്കോർഡ് വേഗതയിലാണ് പൂർത്തീകരിക്കാൻ സാധിച്ചത്. സമയബന്ധിതമായ നിലയിൽ എല്ലാ നടപടിക്രമങ്ങളും പെട്ടെന്ന് നീക്കി ഈ ജംഗ്ഷൻ്റെ വികസനം ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിലുള്ള സന്തോഷം
ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. എല്ലാ ഇരിങ്ങാലക്കുട നിവാസികളുടെയും സഹായ സഹകരണങ്ങൾ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. എല്ലാവരോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വെച്ച് വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് മൊബൈൽ ഫോൺ കവർച്ച ചെയ്ത കേസിൽ കൊരുമ്പശ്ശേരി സ്വദേശി തോപ്പുംവളപ്പിൽ വീട്ടിൽ കുട്ടൻ എന്ന് വിളിക്കുന്ന 21 വയസ്സുള്ള പ്രണവിനെ തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാർച്ച് 10 ഉച്ചയ്ക്ക് 2:30യോടെയാണ് കേസിനാസ്പദമായ സംഭവം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തുനിന്നിരുന്ന പുത്തഞ്ചിറ സ്വദേശിയായ വിദ്യാർത്ഥിയെയാണ് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. കഴിഞ്ഞ വർഷം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ വെച്ച് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘട്ടനത്തിൽ പരാതിക്കാരനായ വിദ്യാർത്ഥിയും ഉൾപ്പെട്ടിരുന്നുവെന്ന തെറ്റിദ്ധാരണയിലാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. പ്രണവ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിൽ പ്രതിയാണ്. ഇരിങ്ങാലക്കുട SI അഭിലാഷ് T, ഗ്രേഡ് SIമാരായ ഗോപകുമാർ, മുരുകദാസ്, സിവിൽ പോലീസ് ഓഫീസർ മുരളി കൃഷ്ണൻ എന്നിവരായിരുന്നു അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. പാചകവാതക പ്രതിസന്ധി മൂലം വീടുകളിലും ഹോട്ടലുകളിലും സ്കൂൾ പാചകശാലകളിൽ ഉൾപ്പെടെ അനുഭവപ്പെടുന്ന ഭക്ഷ്യ ലഭ്യത സ്തംഭനാവസ്ഥയ്ക്ക് ഉടൻ പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് കേരള മഹിളാ സംഘം ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം CPI ഇരിങ്ങാലക്കുട മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് സുമതി തിലകൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ജയന്തി സുരേന്ദ്രൻ, അൽഫോൻസ തോമസ് എന്നിവർ പ്രസംഗിച്ചു. മേഖലയിൽ നിന്ന് അന്താരാഷ്ട്ര വിപണിയിൽ നിന്ന് നമുക്ക് യഥേഷ്ടം ഇറക്കുമതി ചെയ്യാനുള്ള അവകാശം പോലും നിഷേധിച്ച ഒരു സമീപനം സ്വീകരിക്കുന്നു. ഇപ്പൊ റഷ്യയിൽ നിന്ന് ഗ്യാസ് അല്ലെങ്കിൽ LPG ഇറക്കണമെങ്കിൽ, ക്രൂഡ് ഓയിൽ കൊണ്ടുവരണമെങ്കിൽ അമേരിക്ക ട്രംപ് തീരുമാനിക്കണമെന്നുള്ള സാഹചര്യത്തിലേക്ക് വന്നെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പ്രതിസന്ധി അടിയന്തിരമായി പരിഹരിക്കണമെന്നും രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആളുകൾ, വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം ആളുകൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്, പ്രതിസന്ധിക്ക് അടിയന്തിര പരിഹാരം കാണണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ സംഘത്തിന്റെ മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതിഷേധ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് EB സിഗ്നേച്ചർ ഏപ്രിൽ 11 ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിക്കുന്ന നന്ദഗോവിന്ദം ഭജൻസ് ലൈവിന്റെ സ്വാഗത സംഘം ഓഫീസ്, മുനിസിപ്പൽ ഓഫീസ് റോഡിൽ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ EB സിഗ്നേച്ചറിന്റെ ലോഗോ പ്രകാശനം മുൻ സർക്കാർ ചീഫ് വിപ്പ് അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ നിർവഹിച്ചു. നന്ദഗോവിന്ദം ഭജൻസ് ലൈവിന്റെ ടിക്കറ്റ് വിതരണോദ്ഘാടനം ICL ഫിൻകോപ്പ് മാനേജിംഗ് ഡയറക്ടർ അഡ്വക്കേറ്റ് KG അനിൽകുമാർ നിർവഹിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഇടവേള ബാബു സ്വാഗതവും FI ഇവന്റ് CEO ഇസ മുല്ലാലി നന്ദിയും പറഞ്ഞു. EB സിഗ്നേച്ചർ എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. ഇവന്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മുൻപും ഒരുപാട് അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണ് ശ്രീ ഇടവേള ബാബു. ഈ രംഗത്ത് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഗംഭീരമായ പരിപാടികളുടെ സംഘാടനം നിർവഹിക്കാനാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഞങ്ങളെല്ലാം കൗമാരകാലത്തൊക്കെ ഒരുമിച്ച് കലാപ്രകടനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. അദ്ദേഹത്തിന്റെ അമ്മ എൻ്റെ വല്യമ്മയുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ശാന്ത ടീച്ചറും എൻ്റെ വലിയമ്മ സുശീല ടീച്ചറും ഒരുമിച്ചാണ് ഞങ്ങളെ നൃത്തം, കൈകൊട്ടിക്കളി അതൊക്കെ പരിശീലിപ്പിക്കുക യുവജനോത്സവത്തിനൊക്കെ. അതുപോലെ ബാബു നല്ല ഒന്നാന്തരം നർത്തകനായിരുന്നു. ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പെൺകുട്ടികളായിട്ട് ആൺകുട്ടികൾ വരുമ്പോൾ സെന്റ് ജോസഫിലെ പെൺകുട്ടികളെക്കാളും സുന്ദരികളായിട്ടാണ് അവർ വരിക. കാണുമ്പോൾ അന്നത്തെ ക്രൈസ്റ്റ് കോളേജിലെ ക്ലർക്കായിരുന്ന രാമകൃഷ്ണേട്ടൻ അതിമനോഹരമായിട്ട് മേക്കപ്പ് ചെയ്യും. ഈ കുട്ടികളൊക്കെ നല്ല കാണാൻ കൗതുകമുള്ള കുട്ടികളാണ്. അതിന്റെ കൂടെ രാമകൃഷ്ണേട്ടന്റെ മേക്കപ്പും കൂടി ചേരുമ്പോൾ സെന്റ് ജോസഫിലെ പെൺകുട്ടികളൊന്നും അവരോടൊപ്പം എത്തില്ല എന്നുള്ളതായിരുന്നു സത്യം. അത്ര മനോഹരമായിട്ട് നൃത്തം ചെയ്തിരുന്നു. കലാഹൃദയമുള്ള കലാകാരനായ ഇടവേള ബാബുവിന് മികച്ച കലാപരിപാടികളുടെ സംഘാടനം നിർവഹിക്കാനാകട്ടെ. നമ്മുടെ
Sari roll pressing, blanket cleaning, curtain cleaning, carpet cleaning, cinema screen cleaning. Smart. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ AKCCയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ സ്മാരക അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കം കുറിച്ച് നഗരത്തിൽ വിളംബര ജാഥ നടന്നു. കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ മുനിസിപ്പൽ മൈതാനിയിൽ സമാപിച്ചു. തുടർന്ന് കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ പതാക ഉയർത്തി. AKCC പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി റോബി കാളിയങ്കര, ജനറൽ കൺവീനർ രഞ്ജി അക്കരക്കാരൻ, ചെയർമാൻ ഷാജു കണ്ടംകുളത്തി, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി എന്നിവർ പ്രസംഗിച്ചു. ശ്രീ കൂടൽമാണിക്യം ദേവസ്വം കീഴേടം അയ്യങ്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം ആഘോഷിച്ചു. വിശേഷാൽ പൂജകൾ, അഷ്ടപതി, ബ്രാഹ്മണിപ്പാട്ട്, പുറത്തേക്കെഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, പ്രസാദഊട്ട്, കാഴ്ചശീവേലി, പഞ്ചാരിമേളം, നാദസ്വര കച്ചേരി, ചുറ്റുവിളക്ക്, നിറമാല, വർണ്ണമഴ, ഭക്തിഗാനമേള, വിളക്കെഴുന്നള്ളിപ്പ്, പൂത്താലം വരവ് എന്നിവയായിരുന്നു പ്രധാന പരിപാടികൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.